ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം എനിക്കൊന്ന് ഒരാഴ്ചയായോ ഞാൻ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഡബിൾ ഡ്യൂട്ടി ഇട്ട് അന്ന് തൊട്ടിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഉഴപ്പിയതാണ്. എന്താ വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അന്ന് ഡബിൾ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകിട്ട് ലൈവ് പോയ ടൈമിലാണ് ഞാൻ ആരും കയറാണ്ട് ഇറങ്ങിപ്പോയത്. പിറ്റേന്ന് പറഞ്ഞത് ഞാൻ ഉച്ചയ്ക്ക് കയറിയതല്ലേ, ഉച്ചയ്ക്ക് ലൈവിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ലൈവിൽ കയറി പെട്ടെന്ന് ഇറങ്ങി. അന്ന് രാത്രി ലൈവ് പോകാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് അന്ന് ലൈവ് പോകാൻ ഞാൻ ശരിക്കും മറന്നുപോയി. ഞാൻ 11 മണിയായപ്പോൾ അയ്യോ ലൈവ് പോയില്ലല്ലോ എന്ന് ഓർത്തത്. പിന്നെ ഞാനങ്ങ് മടിച്ചു. പിന്നെ അപ്പം കയറി കഴിഞ്ഞാൽ ആരും കാണില്ല, അല്ലെങ്കിൽ ആരും ഇല്ല. അപ്പം ശ്വാസം മുട്ടുന്നുണ്ടോ, അപ്പം കയറി ആരും ഇല്ലായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കയറാഞ്ഞത്. പിന്നെ ഞാൻ പിറ്റേന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ എന്താ കയറാതിരുന്നത്, പിറ്റേന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, ഭയങ്കര ഉറക്കം വരലൊന്നും അല്ല കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നിനൊരു എനർജി ഇല്ല, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഭയങ്കര എന്തോ ഒരു ചടപ്പ് പിടിച്ച് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ എനിക്ക്. പിറ്റേ ദിവസം ഞാൻ ലൈവൊന്നും പോയില്ല, വീഡിയോസ് ഇട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് അന്ന് ലൈവ് ഇടാത്തതിന് വീഡിയോ ഇട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ വീഡിയോസ് ഇട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 3 ദിവസത്തിന് മുമ്പ് ഇതുപോലെ എനിക്ക് ഓഫായിരുന്നു. അപ്പോൾ ഓഫിൻ്റെ അന്ന് ഞാൻ വിചാരിച്ചു ഒന്നെങ്കിൽ റൂം ടോറൊക്കെ എടുത്ത്. പക്ഷെ അന്ന് ഞങ്ങൾ റൂമിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ലിസയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ബാക്കി 3-4 അപ്പുറത്തെ റോസിലിയും കൂടെ കൂട്ടി 4 പേരുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ ചാർമിനാറൊക്കെ പോകാൻ വേണ്ടി പ്ലാനൊക്കെ ചെയ്ത്. പക്ഷേ ഇവിടെ ലിസ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ റൂം ടോർ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇരുന്ന ഇരിപ്പിൽ ചാർമിനാർ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് പെട്ടെന്ന് എല്ലാവരും കുളിച്ച് റെഡിയായി സെറ്റായിട്ട് ഇവിടുന്ന് 2 പേര് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഞാനും വേറൊരുത്തിയും കൂടെ റെഡിയായി ഒരുങ്ങി. ഞങ്ങളെല്ലാം കുളിച്ച് സെറ്റായി ഒരുങ്ങി കുട്ടിയൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട്, കാരണം പോവല്ലേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ ഒരുങ്ങി താഴെ ഇറങ്ങി. അപ്പോൾ അന്ന് ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു 2:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിരുന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശന്ന് കിറങ്ങി ഞാൻ താഴെ ഫുഡ് കഴിക്കാൻ പോയതാണ്. പക്ഷേ ഫുഡ് എടുത്തതിൻ്റെ മുന്നിൽ വെച്ച് അന്നൊരു മുട്ടക്കറിയായിരുന്നു ഞങ്ങൾക്ക്. ഫുഡ് എടുത്തതിൻ്റെ മുന്നിൽ വെച്ചതും ഞാൻ പോയി ഛർദ്ദിച്ചു. എന്നുവെച്ചാൽ എനിക്കറിയത്തില്ല എനിക്കെന്തോ ഫുഡ് പിടിക്കാനിട്ടാണ് എന്തോ സംഭവം എനിക്കറിയത്തില്ല. എനിക്ക് അന്ന് രാവിലെ വരെ അതിന് പിറ്റേന്ന് അതിന് ഉച്ച വരെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് വിശന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയിരുന്നതാണ്. പക്ഷേ ഫുഡ് കഴിക്കാൻ പോയിരുന്നപ്പോഴത്തേക്ക് ഞാൻ ആ ഫുഡ് എടുക്കണ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫുഡ് എടുത്തതിന് മുന്നിൽ വെച്ചു മുട്ടയുടെ സ്മെല്ലൊക്കെ അടിച്ചു. എനിക്കങ്ങനെ മുട്ട കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പാല് കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഏത്തപ്പഴം കഴിക്കുന്നുണ്ടോ, അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത കൊച്ചാട്ടോ ഞാൻ മുട്ടയാണെങ്കിലും പാലാണെങ്കിലും ഏത്തപ്പഴമാണെങ്കിലും ഒക്കെ കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം മുട്ടയ്ക്ക് സ്മെല്ലൊന്നും അടിച്ചാൽ വൊമിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല. പക്ഷെ അന്ന് എനിക്കെന്തോ മുട്ടയുടെ സ്മെല്ലടിച്ചപ്പോൾ നമ്മൾ ഈ ചോറ് വെന്ത ചോറിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അതൊക്കെ കൂടെ അടിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് പോയി ഞാൻ ഛർദ്ദിച്ചിട്ട് അന്ന് പിന്നെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ ചാർമിനാർ പോകാനുള്ള പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തു. അവിടുന്ന് പിന്നെ ചായ കുടിച്ചിട്ട് അപ്പം ഞാൻ പോയില്ല കേട്ടോ. അവൾമാർ മുന്നിട്ട് പോയപ്പോൾ എനിക്ക് ചായ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പൈസ കഴിച്ചു കൊടുത്ത് എനിക്ക് പോയി ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ ആ ചായ പോലും കുടിച്ചില്ല. എനിക്കൊന്ന് ചായ കളഞ്ഞു എന്നെനിക്കറിയത്തില്ല. ഞാൻ ആ ചായ നോക്കിയിട്ടില്ല. അതുപോലെ ഞാൻ എൻ്റെ ഫുഡ് കളഞ്ഞതോ പ്ലേറ്റ് കഴിയതോ എനിക്ക് ഒന്നിനും ഇതുണ്ടായിരുന്നില്ല. ഞാൻ അപ്പം കഴിച്ചു. എനിക്കറിയത്തില്ല കേട്ടോ ഈ ലിഫ്റ്റില്ലാത്ത സ്റ്റെപ്പ് ഇത്രയും ഞാൻ കയറി എങ്ങനെ വന്നു എന്ന്. ഇവിടെ വന്നു ഞാൻ ഒരു കിടന്നു ഉറങ്ങി എഴുന്നേറ്റു. വൈകിട്ടും പോയി രാത്രി ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. ഞാൻ ബാത്റൂമിലൊക്കെ പോയി വന്നു കിടന്ന് ഉറങ്ങി. അപ്പം രാത്രി ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാത്തതിന് തന്നെ ലിസ കുറേ വഴക്കൊക്കെ പറഞ്ഞ് അവളെന്നെ 11 മണി 11:30 വരെ എന്നോട് ഫുഡ് കഴി തൈര് മാത്രം വെച്ച് ഫുഡ് കഴിക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ പക്ഷേ ഫുഡ് കഴിച്ചില്ല. എനിക്ക് ഫുഡ് കഴിച്ചാൽ വൊമിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാണ്ട് കിടന്നിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് മേലുവേദന തുടങ്ങിയിട്ട് ചെറിയൊരു ചൂട് പോലൊക്കെ വന്നപ്പോൾ പിന്നെ അവൾ കുറേ വഴക്കൊക്കെ പറഞ്ഞ് അത് പനിച്ചിട്ടേ പുത്തുള്ളൂ, നിന്നോട് മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാനൊരു എനിക്കറിയില്ല അപ്പോഴും ഞാൻ എന്ത് ടാബ്ലറ്റാണ് കഴിക്കുന്നതെന്ന്. എനിക്കിപ്പോഴും വരുമല്ലോ അസിത്രോമിൻ എന്തോ ഒരു ടാബ്ലറ്റ് ഇവളുടെ നിന്ന് വാങ്ങിച്ച് ഞാൻ കഴിച്ചു, കിടന്നുറങ്ങി. അന്ന് ഞാൻ ഇറങ്ങി. പിറ്റേന്ന് അപ്പോൾ ഡ്യൂട്ടിക്ക്, കാരണം എനിക്ക് തലേദിവസം ഓഫായിരുന്നല്ലോ, പിറ്റേന്ന് എനിക്ക് ഓഫ് വയ്ക്കാൻ പറ്റില്ല. എനിക്ക് ഓൾറെഡി ഡ്യൂട്ടി കിട്ടണം, ഞാൻ നേരത്തെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോയേ പറ്റും. മോർണിംഗ് എഴുന്നേറ്റിട്ട് എനിക്ക് ഒരു അന്തവും ഇല്ല, ഒരു കുന്തവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ. എനിക്കൊരു നേരെ നിൽക്കാൻ പറ്റത്തില്ല, ബോഡിയൊക്കെ ഒരുമാതിരി കുഴഞ്ഞു പോലെ. ഇനി ഇവിടുന്ന് ഞാൻ ഒറ്റയ്ക്കാം. മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ എല്ലാവരും നേരത്തെ പോയി. ഞാൻ പതുക്കെ ലേറ്റായിട്ടാണ് പോകുന്നത്.
ശനിയാഴ്ച ലൈറ്റായിട്ടാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് ഞാൻ നടന്ന് പകുതി വരെ എപ്പോഴും എനിക്ക് ശരീരം കഴിഞ്ഞു. പിന്നെ ഞാൻ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ പിന്നെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ വാഷ്റൂമിൽ പോയി ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്തു. അപ്പോൾ എന്നെ പറഞ്ഞു വിട്ട് പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ റൂമിൽ വന്നു. അപ്പോഴും അന്ന് ഞാൻ രാവിലെ തലേദിവസം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാവിലെ ഞാൻ ഒരൊറ്റ ചപ്പാത്തി വാങ്ങിച്ച് കഴിച്ചിട്ട് ആ ചപ്പാത്തി അത് മൊത്തം വോമിറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. രാത്രി ഒരു ഇച്ചിരി ചോറ് വാങ്ങിച്ച് കഴിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോയി. പിറ്റേന്ന് എനിക്ക് ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് എനിക്ക് കാരണം പേഷ്യൻസ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഓഫ് വരാൻ പറ്റില്ല. പിന്നെ NABH കൂടെ ആയതുകൊണ്ട് ഓഫ് തരത്തില്ല. ഞാൻ വന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഒന്നും കഴിക്കാണ്ട് പോട്ടെ, ഞായറാഴ്ച കൊണ്ട് ഉപ്പുമാവും കൂടെ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കഴിച്ചില്ല. ഒന്നും കഴിക്കാണ്ട് ഞാൻ പോയി. വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പോയി, കുഴപ്പമൊന്നുമില്ല, ഡ്യൂട്ടി ചെയ്ത് വന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഞായറാഴ്ചത്തെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഞാൻ കഴിച്ചു. വൈകിട്ടായപ്പോൾ താണ്ട് നടക്കുന്നത് മൊത്തം ഞാൻ വോമിറ്റ് ചെയ്ത് കളഞ്ഞു. രാത്രിയിൽ ഞാൻ ഫുഡ് കഴിച്ചില്ല, ചിക്കൻ കറി ആയിരുന്നു. പക്ഷേ എന്തോ എനിക്ക് ആ വോമിറ്റ് വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നിയിട്ട് വോമിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ വൈകിട്ട് വോമിറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ വൈകിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ ഇങ്ങനെ കഴിക്കണ ഫുള്ള് ഞാൻ 2-3 ദിവസമായിട്ട് എൻ്റെ വയറ്റിനെ തോന്നുന്നില്ല. പക്ഷേ ഞാൻ കഴിക്കുന്ന ഫുള്ള് വോമിറ്റ് ചെയ്ത് കളയാം. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പോയിട്ട് എനിക്ക് ഫോൺ പോലും, ഞാൻ ഉറങ്ങാൻ എഴുന്നേക്കുക ഇത് തന്നെയായിരുന്നു കേട്ടോ. ഡ്യൂട്ടിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് പോയി ഒന്നും കഴിക്കാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നില്ല. പിറ്റേന്ന് ഇന്നലെ തിങ്കളാഴ്ച ഞാൻ പോയിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ചയും ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോയത്. ഇഡലിയായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഞാൻ പേടിച്ചിട്ട് കഴിക്കാൻ, അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി എന്നിട്ട് പണിയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യ ചെയ്യാറില്ല പോകാൻ. അതുകൊണ്ടിട്ട് ഞാൻ ഒന്നും കഴിക്കാണ്ട് പോയി. പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചോ? ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ എന്തോ ക്യാരറ്റ് സംഭവം എന്തോ ആയിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ തിരിച്ച് മോളിൽ കയറി വന്നു. രാത്രി ഞാൻ ഫുഡ് കഴിച്ചു. രാത്രി ഞാൻ ഫുഡ് കഴിച്ചു. രാത്രി ഞാൻ അവിടെ മറ്റേ രസമാണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ മല്ലിയിലേക്ക് കണ്ടിച്ചിട്ട് സവാളയൊക്കെ കണ്ടിച്ചിട്ട് എനിക്കത് ഇഷ്ടമേ അല്ല. ആ സംഭവവും മുട്ട ചിക്കിയതും അച്ചാറുമായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ആ വെള്ളം എടുത്തില്ല. എന്തോ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ആ വെള്ളം എടുക്കാണ്ട് ഞാൻ മുട്ട ചിക്കിയതും അച്ചാറും കൂട്ടി കഴിച്ചു. എന്നിട്ട് ഞാൻ വന്ന് കിടന്നു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല ശുഭം, വോമിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല അടിപൊളി വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ എനിക്ക് തീരെ പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഫ്ലോറിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഓഫ് എടുത്ത്. ഇപ്പോഴും എനിക്ക് ചെറിയ വയറുവേദനയുണ്ട്. അപ്പം ഞാൻ ഓക്കെ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം എനിക്ക് എന്താ പറയുക, ക്ഷീണം സംഭവമൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്കൊരു എനർജറ്റിക് എന്തോ ആ ഒരു ഇതങ്ങ് പോയി. പക്ഷെ എനിക്ക് ചെറിയ വയറുവേദനയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഇപ്പോൾ നാളെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. നാളെ മോർണിംഗ് ആണ്. എനിക്ക് ഈ മാസം ഫുള്ള് മോർണിംഗ് ആണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇടയ്ക്കൊന്ന് ഡാൻസ് പ്രാക്ടീസിൻ്റെ കാര്യം പറഞ്ഞ് മോർണിംഗ് വേണമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് മോർണിംഗ് ആണ്. എനിക്ക് ഈവനിങ് ഇടുന്നില്ല. ഇനി പറയണ്ടെന്ന് വിചാരിച്ചു. ഞാനായിട്ട് പറഞ്ഞ് മോർണിംഗ് ഇടിച്ചിട്ട് ഇനിയിപ്പോൾ ഈവനിങ് വേണമെന്ന് പറയണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ അങ്ങ് പോട്ടെ. മോർണിംഗ് ആകുമ്പോൾ പോയി കാര്യം കഴിഞ്ഞ് വരാമല്ലോ. രാവിലെ എഴുന്നേൽക്കുന്ന ഒരുപാട് മാത്രമേ ഉള്ളൂ. അപ്പം എന്നോട് ഡീഹൈഡ്രേഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. കുറേ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ വെള്ളം കൂടി കുറവാണ്. 2 കുപ്പിയുണ്ട്. 2 കുപ്പിയും 2 മൂലയ്ക്ക് അവിടെ വെള്ളമില്ലാതെ വെള്ളം തീർന്നൊക്കെ ഇരിക്കുന്നുണ്ട്. ആ ഫുഡ് കഴിക്കുമ്പോൾ വെച്ച് വെള്ളം കുടിക്കുന്ന കുടിയാണ് ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കണം ഗൈസ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് വീഡിയോ, എനിക്ക് ഇതാട്ടോ വിഷമം വരുന്നത്. കണ്ടിന്യൂസ് വീഡിയോസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് എന്തെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും എനിക്ക് ഡ്യൂട്ടി, അല്ലെങ്കിൽ എനിക്ക് ക്ലാസ്, അല്ലെങ്കിൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, എന്തെങ്കിലും വന്നിട്ട് എൻ്റെ അത് അവിടെ സ്റ്റോപ്പാവും. അപ്പോൾ അതേ വീണ്ടും സ്റ്റോപ്പായിരിക്കുന്നു. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ഇട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വീണ്ടും സ്റ്റോപ്പായി. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് ലൈവിൽ കയറുമ്പോഴത്തേക്കും ഉള്ള ആൾക്കാർ പോലും കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷെ എനിക്കിന്ന് കയറണം എന്നുണ്ട്. സോ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ. ലൈവിൽ ഇപ്പോൾ ലൈവ് വരുമ്പോൾ എന്നാലും ആളുണ്ടെങ്കിൽ റീസൺസ് ചോദിക്കാമായി അറിയില്ല. ഇത്രയും ദിവസം കാണുന്നുണ്ടെന്ന് അതിനെ ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മുടെ ലൈവിൽ അധികം ആൾ കയറാറില്ലല്ലോ. സോ എന്തായാലും എനിക്കൊന്ന് ലൈവ് കയറണമെന്നുണ്ട്. അപ്പോൾ ചുമ്മാ ഇന്നൊരു വീഡിയോ, ഇപ്പം ഞാൻ വേറൊരു വീഡിയോ, അതായത് എൻ്റെ യൂട്യൂബ് ജേണി ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വയ്യായിയൊക്കെ വരണതിന് മുമ്പേ ഞാൻ വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ അതുപോലും ഞാൻ അതപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, വീഡിയോസ് ഇടാണ്ടിരിക്കുമ്പോൾ ഞാൻ അതെങ്കിലും എഡിറ്റ് ചെയ്തിടാമെന്ന്. പക്ഷെ എനിക്ക് അതും എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല സത്യത്തിൽ. അപ്പോൾ
അപ്പോൾ ഇതാണ് ഞാൻ ഒരാഴ്ചത്തേക്ക് ഞാൻ കാണാണ്ടിരുന്നത്. പക്ഷേ 2-3 ദിവസം കൊണ്ട് അനക്കമൊന്നുമില്ല. പക്ഷെ ഞാൻ ലൈവ് ഇടാണ്ടിരുന്നിടം തൊട്ടിട്ട് ലൈവ് എന്തേന്ന് പോലും ചോദിച്ചിട്ട് പട്ടിക്കുഞ്ഞ് പോലും വന്നില്ല. സാരമില്ല, എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം എന്നൊക്കെ. പക്ഷേ ഞാൻ ഇന്നോട്ട് വീഡിയോ ഇടും. ആരെ കണ്ടില്ലെങ്കിലും കണ്ടാലും ഞാൻ വീഡിയോ ഇടും. സോ പിന്നെ എൻ്റെ വേറൊരു വിഷമമെന്ന് വെച്ചാൽ വിഷമങ്ങളോട് വിഷമങ്ങളാണ് ഗൈസ്. മുടി നന്നായിട്ട് ഊരിപ്പോവാണ് ഗൈസ്. എനിക്കറിയത്തില്ല എന്ത് ചെയ്യുന്നത്, എൻ്റെ മുടി മൊത്തം ഊരിപ്പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.